ആനയെഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കാതെ സുപ്രീം കോടതി. മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. കേസിൽ അടിയന്തരമായി വാദം കേൾക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ശിവരാത്രി ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ തടയുവാനുള്ള നീക്കമാണിതെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം വാദിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ആനയെഴുന്നള്ളിപ്പിനെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖ അപ്രായോഗികമാണെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ഈ സ്റ്റേ ഉത്തരവ് നിലവിൽ വന്നതിന് ശേഷം മലപ്പുറം ജില്ലയിലെ പുതിയങ്ങാടി പള്ളിയിൽ നടന്ന നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിലെ എതിർകക്ഷിയായ VK വെങ്കിടാചലം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധിക്ക് ഏർപ്പെടുത്തിയ സ്റ്റേ നീക്കണമെന്നും വെങ്കിടാചലത്തിന്റെ അഭിഭാഷക കോടതിയിൽ ആവശ്യപ്പെട്ടു. ആനയിടഞ്ഞതിനെ തുടർന്ന് അപകടമുണ്ടായെന്നും അഭിഭാഷക കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വിഷയം കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് നിർദ്ദേശിച്ചു. അതേസമയം ഹൈക്കോടതി സ്വമേധയെടുത്ത കേസാണിതെന്നും സുപ്രീം കോടതിയുടെ സ്റ്റേ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ മറ്റ് നടപടികളൊന്നും ഹൈക്കോടതിയിൽ നടക്കുന്നില്ലെന്നും അഭിഭാഷക ചൂണ്ടിക്കാട്ടി. തങ്ങൾ ഈ വിഷയത്തിൽ ഉത്തരവ് ഇറക്കിയതാണെന്നും മറ്റു വിഷയങ്ങൾ ഹൈക്കോടതിയാണ് പരിഗണിക്കേണ്ടതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതിനിടയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കാൻ പോകുന്ന ശിവരാത്രി ഉത്സവം ഉൾപ്പെടെ അലങ്കോലപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ അഭിഭാഷകൻ MR അഭിലാഷ് പറഞ്ഞത്. ഇതിന്റെ ഭാഗമായാണ് സ്റ്റേ ഉത്തരവ് നീക്കണമെന്ന ആവശ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദേവസ്വങ്ങളുടെ ഹർജി ഫെബ്രുവരി 4 പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും അന്ന് തങ്ങളുടെ ആവശ്യം കൂടി പരിഗണിക്കണമെന്നും വെങ്കിടാചലത്തിന്റെ അഭിഭാഷക ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിൽ ഉത്തരവ് ഇറക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു.